ഓക്കെ, നേരത്തെ നിർത്തിയിടുന്നതാണ് വേണ്ടുന്നതാ. വീണ്ടും അവിടെ നിൽക്കാം. അതെ ഉണ്ട് വാഴയൊക്കെ വേണ്ട. കുഴിയിലേക്കാണ് വാഴയാണെങ്കിലും ഭയങ്കര സാധനമാണ്. നോക്കടേ പുല്ല് നല്ല കാടാണ്. കാടേ കാട്ടിലെ പാൽമൂളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാളി തീർത്തവളെ അവളെ വരുവായ അങ്ങനത്തെ പാട്ട് പഠിക്കുന്നുണ്ട്. വിളിക്കുന്നുണ്ട് അതെ പാട്ട്. നമസ്കാരം. അനിയത്തിയാണ്. യൂട്യൂബ്. ഞാൻ രാവിലെ 5 മണിയായപ്പോൾ യൂട്യൂബ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ടാറ്റാ, ബൈ. ഞാൻ നാളെ പോകത്തുള്ളൂ. നീ മറ്റന്നാൾ കയറിയാൽ മതി. ഓക്കെ കളാ. ഇപ്പോൾ വൈഫിൻ്റെ അനിയത്തിയാണ്. പുള്ളിക്കാരത്തി വിജയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. അവരൊക്കെ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. 7 മണിക്ക് കയറിയാൽ മതി. രാവിലെ പോകും. പക്ഷേ 2 മക്കളൊക്കെ ഉണ്ട്. അപ്പവും ലച്ചു, വേറെ എന്തൊക്കെ പേരുകളാണ് നമ്മൾ വിളിക്കണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെന്താ പറയുക, ഇഷ്ടംപോലെ വീടുകൾ. എല്ലാവർക്കും വീടുണ്ട്. നമുക്കൊരു വീടുണ്ട്. എൻ്റെ വീടുള്ള വീട് നമുക്കെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് വീടൊന്നുമില്ല. അച്ഛൻ മരിക്കുന്നത് വരെ 4 വീടുണ്ടായിരുന്നു. എല്ലാവരുടെയും പറഞ്ഞതിനോടൊപ്പം 4 വീടുണ്ട്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ 4 വീടിൻ്റെ യഥാർത്ഥ ഓണറുകളൊന്നും സാരമില്ല. എന്തൊക്കെ ആയാലും ഒരു നാൾ വരും. ആ ഒരു നാൾ ശ്മശാനത്തിലാണോ അതോ കടലിലാണോ എവിടെയാണുകൊണ്ട് തള്ളുന്നെന്ന് ആർക്കറിയാം. ഇതാണ് വെള്ളക്കെട്ട് കണ്ടില്ലെന്ന് പറയരുത്. ഇതാണ് കൈവരിപ്പാലം. ഇതൊന്നും കണ്ടില്ലെന്നൊരു പട്ടികളും പറയരുത്. വേണമെങ്കിൽ ഇതൊക്കെ കണ്ടു. പോസ്റ്റ് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ടല്ലേ ശരിയുള്ളൂ. ഇതൊക്കെ നമ്മളെ നാട്ടിലെ പോസ്റ്റിൻ്റെ വണ്ടി എടുക്കണ്ട. കയറിപ്പൊന്നുമില്ല. അയ്യോ അടിപൊളി. ഒരു ചെന്തനീർപ്പൂവിരുത്തു ഞാനോ മലയിൽ ഒരു മേള നിന്നെ കൂട്ടിയില്ല. ഒരു ചെന്തനീർപ്പൂവിരുത്തു ഞാനോ മലയിൽ ഒരു മേള നിന്നെ കൂട്ടിയില്ല. ഇങ്ങനെ തുളസിയുടെ കഥ പറഞ്ഞാൽ ഞാനിങ്ങനെ പണ്ട് നെറുകൂർ ജോലി ചെയ്യുന്ന സമയം ഞാൻ മഞ്ഞൾ തുളസിയുടെ ബഹളവും കൂടെ. തുളസി ദ ലേഡി ഫിംഗർ എന്ന് വെച്ചാൽ പെണ്ണ് വിരലിട്ടെന്നില്ലേ. ലേഡി ഫിംഗർ എന്ന് പറഞ്ഞാൽ പെണ്ണ് വിരലിട്ടെന്നല്ല അർത്ഥം. ലേഡി ഫിംഗർ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കാണ്. അത് ചേമ്പാണ്. അല്ല വാഴകളുണ്ട. അതേ കനാലുണ്ട്. കനാലിൻ്റെ വീട് എന്തിനായി ഇളം കണ്ണും കുടിച്ച് ഇളങ്ങുന്നുണ്ട്. ഇടം വെള്ളം കഴിയാൽ മുഖം മറച്ചു. എന്തിനാണ് ചെയ്തിട്ട് ആ പെണ്ണിനെ തട്ടിക്കൊണ്ട് വെച്ച് ആ ചെറുക്കൻ തട്ടിക്കൊണ്ടിരുന്നു. മാറിയാൻ പോയി. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? മുറം പുള ഇരുട്ടല്ലേ കമാന്മാരുണ്ട്. മഴ പെയ്ത് പളിയെല്ലാം കൊളായി. ഇതൊരു ട്രാൻസ്ഫോമർ. കൂട്ടരെ നിങ്ങളിത് കാണുന്നില്ലേ? ഇതാണ് ട്രാൻസ്ഫോമർ. അന്യം നിന്ന് പോകുന്ന സാധനം. ഇതൊരു വഴി, അതൊരു വഴി. അതിലേ പോവാം. ഒരു ദിവസം ഞാൻ കൊണ്ടുവന്നു. വഴി തടഞ്ഞിട്ട് എന്തെരിയാണ് നിനക്ക്? വഴി തന്നെ ഉണ്ടില്ലേ? മുമ്പിയ വഴി ഇങ്ങനെ നടന്ന റോഡായിരുന്നറിയാം. വെട്ടിപ്പൊളിച്ച് നാശമാക്കിയിട്ടപ്പോൾ സമാധാനം. നല്ല മന്ദാരം. വീട്ടിന് ആവശ്യം പറയുന്നുണ്ട്. തെറ്റി ആളുകളെ തെറ്റിക്കുന്ന സാധനമാണ്. കാര്യം തെറ്റിപ്പറിച്ചുണ്ട്. റബ്ബളം കേരളമേ റബ്ബളമേ എന്തിനാണ് ലോട്ടറി ഫോം ഉണ്ടാകുന്നത്? ആർക്കറിയാം. നമ്മുടെ അടുത്തല്ല നവകാശി. ഇവിടെ നിന്നൊരു പെൺകുച്ചിൻ്റെ കല്യാണം കഴിച്ച് എൻ്റെ കൊച്ചുങ്ങളുമുണ്ട്. ജോലിയൊന്നും ഇല്ലാതെ വേലയില്ല പട്ടാതി വേല തണ്ടി നടക്കുന്നൊരു ജീവിതം.
ആരെങ്കിലും ഒരു വേല തരുവാണെങ്കിൽ തരും. എൻ്റെ വ്യവസ്ഥയിലോ മഞ്ഞട്ട് വർക്കും എന്തൊരു വർക്കാം, എന്തൊരു വർക്കിലാണ്. എൻ്റെ റബ്ബളം വന്നപ്പോൾ റബ്ബളമായി. DFO എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഫെഡറേഷൻ ഓഫീസറാണ്. ഇതൊരു തേങ്ങ. ഓക്കെ, അടുത്ത വീഡിയോ പാർട്ട് 3 വരുന്നുണ്ട്.